രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയതിന് അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് ടൂറിസം വകുപ്പിന്റെ ക്ഷണപ്രകാരം. യാത്രയും താമസവും ഒരുക്കിയത് ടൂറിസം വകുപ്പെന്ന് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. വാർത്ത പുറത്തുകൊണ്ടുവന്ന മാധ്യമങ്ങളെ പഴിക്കുകയാണ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ജനങ്ങൾക്ക് അറിയാലോ, ചാരപ്രവർത്തിക്ക് വേണ്ടിയിട്ട് ഓരോവിടെ വിളിച്ച് അതിൻ്റെ എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്ന സർക്കാരോ മന്ത്രിമാരാണോ കേരളത്തിൽ? അല്ല, നമ്മൾ എല്ലാം നല്ല ഉദ്ദേശത്തോടെയാണല്ലോ ചെയ്യുന്നത്. എത്രയോ കാലമായി കേരളത്തിൽ എങ്ങനെയാണോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെയാണ് ടൂറിസം വകുപ്പ് ഇപ്പോഴും ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ആ അർത്ഥത്തിലാണ് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങൾക്ക് ഊഹിച്ചാൽ പോരെ ഇതിലൊക്കെ എന്താണെന്നുള്ളത്. ഇത്തരം പ്രചരണം നടത്തുന്നവരോട് പറയാനുള്ളത്, ഒരു തരത്തിലുള്ള ഭയം ഇത്തരം പ്രചരണത്തിലില്ല. ഇത്തരം പ്രചരണത്തോട് പുല്ല് വിലയാണ്. കാരണം ജനം ഞങ്ങളുടെ കൂടെയുണ്ട്. ജനം അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. താങ്ക് യു. കൊച്ചിയിൽ നിന്ന് ആൻമരിയും ഡൽഹിയിൽ നിന്ന് വിനിത വിജിയും ചേർന്നു. ആദ്യം ആൻമരിയിലേക്ക്. ആൻമരിയ, ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയത്താണ് ചാരവൃത്തി ആരോപിച്ചുകൊണ്ട് ജ്യോതി മൽഹോത്രയെ അറസ്റ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ചോദ്യം ചെയ്യുന്നതൊക്കെ. എപ്പോഴായിരുന്നു ഈ ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനം? ഈ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടാകുന്ന വിവാദങ്ങൾക്ക് ആധാരം എന്താണ്? വിവരാവകാശ രേഖയിലെ മറ്റു വിശദാംശങ്ങൾ അതെന്തൊക്കെയാണ്? 41 വ്ളോഗർമാരാണ് കേരളത്തിലേക്ക് എത്തുന്നത്. ടൂറിസം വകുപ്പിന്റെ ക്ഷണപ്രകാരം 41 വ്ളോഗർമാരാണ് കേരളത്തിലേക്ക് എത്തുന്നത്. അത് വയനാട് മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് വയനാടിനെ പുനർജീവിപ്പിക്കുക എന്നതായിരുന്നു ആ പദ്ധതിയുടെ ലക്ഷ്യം. ഇവരെ കേരളത്തിലേക്ക് എത്തുന്നതും ഇവരുടെ ഈ വ്ളോഗർമാരെ കേരളത്തിലേക്ക് എത്തി ഓരോ ഭാഗത്തേക്ക് അയക്കുന്നതുമൊക്കെ അതുമായി ബന്ധപ്പെട്ടായിരുന്നു അതിന്റെ ലക്ഷ്യമായിട്ട് വരുന്നത്. ടൂറിസം വകുപ്പാണ് ഇവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടം, അതിന് വേണ്ടിയിട്ടുള്ള മറ്റു സൗകര്യങ്ങൾ, യാത്രാ ചെലവ്, വേതനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ടൂറിസം വകുപ്പ് നൽകിയിട്ടുമുണ്ടായിരുന്നു. പക്ഷേ ഇതിനായിട്ടാണ് ഈ 41 പേരിലാണ് ഇപ്പോൾ ജ്യോതി മൽഹോത്രയും വന്നിരിക്കുന്നു എന്നുള്ള വിവരാവകാശ രേഖ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2024 ജനുവരി മുതൽ 2025 മെയ് വരെയാണ് ഈ വ്ളോഗർമാർക്ക് കേരളത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുത്തിരുന്ന സമയം. ഇത് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണ് എങ്കിൽ കഴിഞ്ഞ ജനുവരിയിലാണ് ജ്യോതി മൽഹോത്ര കേരളത്തിലേക്ക് എത്തുന്നത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ, അതായത് ഈ കേന്ദ്ര ഏജൻസികളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുമ്പോൾ ഈ ജ്യോതി മൽഹോത്ര കേരളത്തിൽ എത്തിയെന്നും പലയിടങ്ങൾ തന്ത്രപ്രധാനമായിട്ടുള്ള പലയിടങ്ങൾ സന്ദർശിച്ചിരുന്നുവെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിരുന്നുവെങ്കിലും അതിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കേന്ദ്ര ഏജൻസികൾ പുറത്തുവിട്ടിരുന്നില്ല. അതിനുശേഷമാണ് ഈ ടൂറിസം വകുപ്പ് ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു സൂചനകളോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങളോ ഇതുവരെ ടൂറിസം വകുപ്പ് നൽകിയിട്ടുമില്ല. അതിന് ഉത്തരം പറയേണ്ടത് ടൂറിസം വകുപ്പാണ്. കാരണം ഈ അന്വേഷണത്തിന് ശേഷമാണോ ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നത്, അവർക്കതിനുള്ള വിവരം ലഭിച്ചിരുന്നു എന്നുള്ള കാര്യം ടൂറിസം വകുപ്പാണ് വ്യക്തമാക്കേണ്ടത്. പക്ഷേ അതിലിപ്പോൾ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം വരുന്നത്, ആരെങ്കിലും ചാരപ്രവൃത്തി ചെയ്തിട്ടുണ്ട് എന്നറിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവരെ കേരളത്തിലേക്ക് വിളിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്നാണ്. ഒരു പരിഹാസപൂർവ്വമായിട്ടുള്ളൊരു ഉത്തരമാണ് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അവിടെയും കൃത്യമായിട്ടുള്ളൊരു ഉത്തരം അത് ടൂറിസം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇതിനകത്ത് ഈ വിവരാവകാശ രേഖയിൽ അവർ പറയുന്നുണ്ട്, ഈ വ്ളോഗർമാരെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നത്, ആ ക്ഷണിച്ച 41 വ്ളോഗർമാരുടെയും പട്ടിക അത് തെരഞ്ഞെടുത്തതിന് ശേഷം അവർ പുറത്തുവിട്ടിട്ടുള്ള ഈ വീഡിയോകൾ, അവരുടെ പിന്നാമ്പുറ കഥകൾ എല്ലാം പരിശോധിച്ചതിന് ശേഷം കൃത്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് അവരെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ അപ്പോഴും ജ്യോതി മൽഹോത്രയുടെ കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ളൊരു ഉത്തരം അത് നൽകേണ്ടത് ടൂറിസം വകുപ്പാണ്. പല രീതിയിലുള്ള വിമർശനങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. കെ സുരേന്ദ്രന്റെ ഒരു FB പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. താൻ നേരത്തെ മുതൽ തന്നെ ഈ വിഷയം ഉന്നയിക്കുന്നതാണ്, പക്ഷേ ആ സമയത്തൊന്നും അതിന് പൂർണ്ണമായിട്ടുള്ള ആ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടല്ല പ്രവർത്തിച്ചിരുന്നത് എന്നുള്ള ഒരു വിമർശനത്തോടു കൂടിയുള്ള FB പോസ്റ്റ് കെ സുരേന്ദ്രൻ ഇതിനോടകം തന്നെ ചെയ്തിട്ടുമുണ്ട്. എന്തായാലും സുഹേൽ, ഇതിന് ഉത്തരം നൽകേണ്ടത് ടൂറിസം വകുപ്പാണ്. മറ്റുള്ളവരെ പഴിചാരിക്കൊണ്ടുള്ള രീതിയിലുള്ള ഒരു ഒഴിഞ്ഞുപോക്കല്ല ആ ഭാഗത്തിനായിട്ട് വേണ്ടത്. കൃത്യമായിട്ടുള്ള മറുപടി അത് ഈ വിവരാവകാശ രേഖയിൽ പലപ്പോഴായിട്ട് നൽകുന്നില്ല. എത്ര വേതനം നൽകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ പോലും കൃത്യമായ ഒരു മറുപടി ആ വിവരാവകാശ രേഖയിലില്ല. അപ്പോൾ ഇതിന് ഉത്തരം നൽകേണ്ടത് ടൂറിസം വകുപ്പ് തന്നെയാണ്. സുഹൈൽ. ഡൽഹിയിൽ നിന്ന് വിനീത വിജു കൂടി ചേർന്നു. വിനീത, സ്വാഭാവികമായ ഒരു നാടിന്റെ ഏറ്റവും വലിയ റവന്യൂ ജനറേറ്റിംഗ് വിഭാഗം തന്നെയായിരിക്കും ടൂറിസം മേഖല. ആ ടൂറിസം മേഖലയിൽ കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വ്ളോഗേഴ്സിനെയൊക്കെ ഉപയോഗിക്കുന്നതും അത്തരത്തിലുള്ള ആളുകളുടെ ഇൻഫ്ലുവൻസേഴ്സിന്റെ മീറ്റിങ്ങും മീറ്റപ്പുകളും സംഘടിപ്പിക്കുന്നതുമൊക്കെ പതിവാണ്. അപ്പോഴും ഈ വരുന്ന ചോദ്യം, ഈ പറഞ്ഞതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമയത്ത് മാത്രമാണ് ജ്യോതി മൽഹോത്ര ഇത്തരത്തിലൊരു ചാരവൃത്തി കേസിൽ പെടുന്നത്, ഇത്തരത്തിൽ ആ സംശയത്തിന് നേരിലേക്ക് വരുന്നത്. അതുവരെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന രാജ്യത്തെ ഏറ്റവും പ്രസിദ്ധരായ വ്ളോഗേഴ്സിൽ ഒരാളാണ്. അതിനിടയിലൊന്നും ഈ പറയുന്ന രഹസ്യാന്വേഷണ ഏജൻസിയുടെയോ ഇത്തരത്തിലുള്ള രഹസ്യ സ്വഭാവത്തിൽ അന്വേഷിക്കുന്ന ഏജൻസികളുടെയോ ഒന്നും മോണിറ്ററിംഗിൽ വരുന്ന ആളല്ല ജ്യോതി മൽഹോത്ര എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേരള സന്ദർശനത്തിൽ ഏതെങ്കിലും രീതിയിൽ NIA സംശയിക്കുന്നുണ്ടോ? കേരളത്തിൽ ആരെങ്കിലും പ്രധാനപ്പെട്ട ഇത്തരത്തിൽ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ ആരെങ്കിലുമൊക്കെ ജ്യോതി മൽഹോത്ര കണ്ടതായൊക്കെ ഇപ്പോൾ ഈ പറയുന്ന രഹസ്യാന്വേഷണ വിഭാഗം സംശയിക്കുന്നുണ്ടോ? കേരള യാത്രയിൽ എന്തെങ്കിലും സംശയം നിലവിൽ ഇപ്പോഴും അവർ ഉയർത്തുന്നുണ്ടോ?
സുഹൈൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിലേക്ക് പ്രശസ്തയായ ഒരു വ്ലോഗർ തന്നെയാണ് ജ്യോതി മൽഹോത്ര. പക്ഷേ ഈ പാകിസ്ഥാൻ സംഘർഷത്തിനിടയിൽ നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ ഇവർ പാകിസ്ഥാന് കൈമാറിയിട്ടുണ്ട് എന്ന് NIA കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഈ കണ്ടെത്തലുകൾ സാധൂകരിക്കുന്ന ചില തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്തുണ്ടായ സൈനിക നീക്കങ്ങൾ, ഒപ്പം തന്നെ പിന്നാലെ ഏർപ്പെടുത്തിയ ബ്ലാക്ക് ഔട്ട്, ഇത് ഏതൊക്കെ മേഖലകളിലാണ് ഈ ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഇവർ പാകിസ്ഥാന് കൈമാറിയിട്ടുണ്ട് എന്ന അന്വേഷണ സംഘത്തിന് വളരെ കൃത്യമായിട്ടുള്ള ചില തെളിവുകളും വിവരങ്ങളും ലഭ്യമായിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ NIA കേസെടുക്കുകയും ഒപ്പം തന്നെ മറ്റ് നടപടിക്രമങ്ങളുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഈ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ ജോലി ഉണ്ടായിരുന്ന ഡാനിഷുമായി തനിക്ക് സൗഹൃദമുണ്ട്, ഡാനിഷിനെ തനിക്ക് അറിയാം, ഡാനിഷുമായി തനിക്ക് സൗഹൃദമുണ്ട് എന്ന് ഈ വ്ലോഗർ ജ്യോതി മൽഹോത്ര തന്നെ അന്വേഷണ സംഘത്തോട് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം ഇവരുടെ 4 ബാങ്ക് അക്കൗണ്ടുകളിൽ ഒരു ബാങ്ക് അക്കൗണ്ടിൽ ദുബായിൽ നിന്ന് ഫണ്ട് എത്തിയിട്ടുണ്ടായിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇതൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ സംശയമുണ്ടായിരുന്ന ചില കണ്ടെത്തലുകൾ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള അന്വേഷണ സംഘത്തിന്റെ ചില സംശയങ്ങൾക്ക് ഒരു വലിയ ആക്കം കൂട്ടുന്നത് തന്നെയായിരുന്നു ഈ കണ്ടെത്തലുകൾ. ഇതിൽ ഈ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള തന്റെ ബന്ധം അത് ജ്യോതി മൽഹോത്ര തന്നെ അന്വേഷണ സംഘത്തോട് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നാലെ നമ്മളൊക്കെ കണ്ടതാണ്, ജ്യോതി മൽഹോത്ര പാകിസ്ഥാൻ സന്ദർശിക്കുകയും അവിടെയുള്ള വിവരങ്ങളൊക്കെ അവർ അവരുടെ ഈ വ്ലോഗിലൂടെ പുറത്തു കൊണ്ടുവരികയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇന്ത്യയുടെ നിർണായക നീക്കങ്ങൾ ഇവർ പാകിസ്ഥാന് കൈമാറി എന്നുള്ളത് തന്നെയാണ്. ഏതാണെങ്കിലും ഈ അന്വേഷണം ഇപ്പോൾ NIA തുടരുകയാണ്. ഇതിനിടയിൽ കേരളത്തിലേക്ക് ഇവർ എത്തിയെന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ ലഭ്യമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ കേരളത്തിലെ വിവരങ്ങൾ ഇവർ കൈമാറിയിട്ടുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ ഗൗരവമായി തന്നെ അന്വേഷണ സംഘം പരിശോധിക്കുകയും ചെയ്യും. സുഹൈൽ, ബ്ലോഗർ എന്ന നിലയിൽ പല സ്ഥലങ്ങളിൽ ജ്യോതി മൽഹോത്ര എത്തിയിട്ടുണ്ട്. എന്തായാലും ചാരവൃത്തി കേസിൽ അറസ്റ്റിലാകുമ്പോൾ ജ്യോതി മൽഹോത്രയുടെ കേരള യാത്രയ്ക്ക് പോലും എന്തെങ്കിലും പ്രിസൈസായ ലക്ഷ്യങ്ങളുണ്ടോ എന്നതുകൂടി NIAയുടെ അന്വേഷണ പരിധിയിൽ വരും. ജ്യോതി മൽഹോത്രയുടെ കേരള യാത്രയിൽ അസ്വാഭാവികതകൾ ഉണ്ടോ എന്നും NIA അന്വേഷിക്കും.